ഗൈസ് നമ്മളിന്ന് പോകാൻ പോകുന്നത് അഞ്ചലിനടുത്തുള്ള അഞ്ചൽ എന്ന് പറയുന്നൊരു സ്ഥലത്തിനടുത്തുള്ള പിനാക്കിൾ വ്യൂ പോയിന്റ് ഇതിലാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. പിനാക്കിൾ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ നല്ല മലയോര പ്രദേശവും ഒരുപാട് സ്ഥലം കുറേ കാണാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. അഞ്ചലിൽ നിന്നൊരു 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പിനാക്കിൾ വ്യൂ പോയിന്റിലേക്ക്. നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്. കമോൺ, ഇവിടെ കമോൺ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ പിനാക്കിൾ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിറങ്ങിയുള്ളൂ. നമുക്കിവിടെ വിശാലമായിട്ടൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ കമോൺ. നമ്മളിപ്പോൾ ഉള്ളത് പിനാക്കിൾ പോയിന്റിലാണ്. അതായത് അഞ്ചൽ നഗരത്തിനുള്ളിൽ നിന്നും ഒരു 10 കിലോമീറ്റർ ദൂരത്തേക്കപ്പുറം ഒരു മല ഏറെ പ്രദേശമാണ് പിനാക്കിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഇടയ്ക്കാണ് കേട്ടോ കുറേ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എടുത്തത് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് താഴെ ഹൈവേയിൽ. നമുക്ക് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നിങ്ങൾ വ്യൂ ഒക്കെ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ, വളരെ മനോഹരമാണ്. നമ്മൾ പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നൊക്കെ പറയും. ഇവിടെ വന്നിട്ട് ആൾക്കാർ പാവപ്പെട്ടവൻ്റെ ഊട്ടിയാണ്, കൊടൈക്കനാലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ഇപ്പോൾ ഇടിച്ചാനെ, കൊല്ലാതെ പോയത് ഭാഗ്യം. കാറ്റ് കാരണം, കാറ്റിൻ്റെ സൗണ്ട് കാരണം ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കാഴ്ചയിലേക്ക് ഒന്ന് കണ്ടിട്ടോ, അടിപൊളി സൂപ്പറാണ് കേട്ടോ. പിനാക്കിൾ പോയിന്റ് എന്നാണ് പറയുക. നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പോയിന്റ് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കണ്ടു നോക്ക്, കിടില സ്ഥലമാണ് കേട്ടോ, നല്ല മനോഹരമായത്. കണ്ടില്ലേ, റോഡിൻ്റെ അപ്പുറത്ത് വശത്തേക്ക് കുറേ ബ്ലീച്ചാണ്. ഞാൻ അല്ലാതെ നിങ്ങളെ കാണിക്കാം. ഓക്കെ,
ഈ കാണുന്നത് ഫുള്ള് നമ്മുടെ എന്താ പറയുന്നത് പുനലൂർ നഗരത്തിൻ്റെ കുറച്ച് ഭാഗവും പിന്നെ അഞ്ചൽ നഗരത്തിൻ്റെ കുറച്ച് ഭാഗവും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ നേരത്തെ നല്ല റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് വെട്ടി മാറ്റി ഇപ്പോൾ തൈ കിളിച്ച് വരുന്നേ ഉള്ളൂ. ഈ തൈകളെല്ലാം കൂടെ താഴത്ത് കണ്ടില്ലേ, ഈ തൈകളെല്ലാം കൂടെ കിളിച്ച് വരുമ്പോഴത്തേക്ക് ഈ വ്യൂ ഒക്കെ നഷ്ടപ്പെടും. നമുക്കിവിടെ കണ്ടോ, താഴെ റബ്ബറാണ് വളർന്ന് കയറി വരുന്നത്. അതിനിടയ്ക്ക് കൈതച്ചക്കയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. വിളവെടുപ്പിന് ശേഷം ഇപ്പോൾ റബ്ബർ നല്ലതുപോലെ തളച്ച് വളരുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ട്രെൻഡായിരുന്നു കേട്ടോ, ഈ പ്രദേശത്തൊക്കെ നമുക്ക് അങ്ങ് ദൂരെയായിട്ട് കാണാം കൈതച്ചക്ക കൃഷി സജീവമാകുന്നുണ്ട്. ഫുള്ള് ഇപ്പോൾ എവിടെ നോക്കിയാലും കൈതച്ചക്ക ജ്യൂസ്. നേരത്തെയൊക്കെ അവിടെ ഇവിടെയായിട്ട് ബിരിയാണിയിൽ കൈതച്ചക്ക കിടക്കുമായിരുന്നു. ഇപ്പം ബിരിയാണിയിൽ ഫുള്ള് കൈതച്ചക്കയാണ്. ഓക്കെ, അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള നല്ല ദൂരത്തേക്ക് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സ്ഥലം പറയാനില്ല. കാരണം ഇത് അങ്ങനെയുള്ളൊരു സ്ഥലമായിട്ടൊരു സാമ്യവും തോന്നുന്നില്ല. അടിപൊളിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം MC റോഡിലേക്ക് കയറുക. MC റോഡിൽ കയറിയിട്ട് വെഞ്ഞാറമ്മൂട്, കിളിമാനൂർ, ചടയമംഗലം, ആയൂരിൽ നിന്ന് അഞ്ചലേക്ക് തിരിയാൻ റൈറ്റ് തിരിയുക. തിരുവനന്തപുരത്ത് വരുന്നവരാണെങ്കിൽ അതിനടുത്ത് ആയൂരും തിരിഞ്ഞ് അഞ്ചലേക്ക് കയറുക. അവിടുന്ന് വീണ്ടും ഒരു 8 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു സ്ഥലമാണ്. കുറേ നേരം ഇവിടെ എന്താ പറയുന്നത് യുവാക്കൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കുറച്ച് നാളുകൾ കഴിയുമ്പം ഈ വ്യൂ ഒക്കെ നഷ്ടപ്പെടും കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ റബ്ബറാണ് നിൽക്കുന്നത്. ആ റബ്ബർ കുറച്ച് വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇവിടെ ഉള്ള വ്യൂ ഒന്നും കറക്റ്റായിട്ട് കിട്ടാതെ വരും. നമുക്ക് അവിടെ ഇവിടെ കാണാൻ കേട്ടോ. ഫുള്ള് കൈതച്ചക്ക കൃഷി സജീവമാകുന്ന ഒരു കാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വ്യൂ, നല്ല അടിപൊളി മനോഹരമായ ഒരു പ്രദേശം. നമുക്ക് ഇത് താരതമ്യം ചെയ്യാനെ കൊണ്ടൊരു പ്രദേശം ഒന്നും നമുക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല കേട്ടോ. അതിന് ഫുള്ള് പച്ചപ്പാണ്. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കുറച്ചങ്ങോട്ടല്ലേ ദൂരത്തേക്ക് നോക്കിയാൽ മഞ്ഞുമലയോ അങ്ങനെ കാണാം. ഇവിടെ പക്ഷേ മഞ്ഞുമലയൊന്നുമില്ല, ഫുള്ള് പച്ചപ്പാണ്. മലയോര പ്രദേശമാണ്. അടിപൊളി മനോഹരമായൊരു സ്ഥലം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറച്ച് കാലത്തേക്ക് മാത്രം കേട്ടോ. ഈ താഴെ നിൽക്കുന്ന റബ്ബറെല്ലാം വളർന്നു കഴിഞ്ഞ് മേളിൽ കയറി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് കൊട്ടാരക്കരയ്ക്കും അഞ്ചലിനും പുനലൂരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഈ പ്രദേശത്ത് കൊട്ടാരക്കരയൊക്കെ നമുക്ക് കുറച്ച് ഭാഗമൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ പുനലൂരാണ്. പുനലൂരിൻ്റെ കുറച്ച് ഭാഗവും ഗ്രാമീണ പ്രദേശമൊക്കെയാണ്. സിറ്റി ഒന്നും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നമ്മളോരോ പ്രദേശത്തെ ബിൽഡിങ്ങുകളുടെ മണ്ടഭാഗം കണ്ടിട്ടാണ് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. ഇപ്പുറത്തേക്ക് ഈ റോഡിനപ്പുറത്തേക്ക് മലയോര പ്രദേശമാണ്. അതിൻ്റെ താഴ്വാരത്തേക്ക് അഞ്ചൽ ഗ്രാമവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം മല്ലു ലാൻഡിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരുടെ അടുത്തായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് യാത്രകളൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. യാത്രകളിലേക്ക് ഇനി കടക്കുന്നേ ഉള്ളൂ. നമ്മൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഇന്ത്യയുടെയൊക്കെ ഗ്രാമങ്ങളിലൂടെയൊക്കെ എന്താ പറയുന്നത് എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ വൈവിധ്യമാർന്ന ആഹാര രീതികളും പിന്നെ അവിടുത്തെ ഭയങ്കര വർണ്ണ വൈവിധ്യ നിറക്കൂട്ട് ചാർത്തിയ ഒരു മനോഹരമായ ഇന്ത്യയുടെ ഫുള്ള് എന്താ പറയുന്നത് കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കണമെന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇനിയും സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. നല്ല നല്ല വിഷ്വലൊക്കെ ചെയ്യണം. ഇപ്പോൾ മൊബൈലിൽ ചെയ്യുന്നതിൻ്റെ ഷേക്കും ആട്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അതൊക്കെ നികത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മല്ലു ലാൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങ് ദൂരെ കണ്ടോ, ദൂരെ പൊന്മുടിയുടെ ഒരു ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. ആണ്ടോ ഈ കാണുന്ന പ്രദേശം പൊന്മുടിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. വനമേഖലയാണ് കേട്ടോ ആ പ്രദേശമൊക്കെ. ഹലോ ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റ്. തലമുടിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ഈ ഹെൽമെറ്റ് വെച്ചാൽ തലയുടെയും തലമുടിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും കേട്ടോ. കാര്യം ചൂടും അങ്ങനെയുള്ള കാലാവസ്ഥയൊക്കെയാണ്. പിന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളം മാറിയുള്ള വെള്ളം കുളി, ഇതൊക്കെ ഭയങ്കര പ്രശ്നമാകും കേട്ടോ. ഈ ബാഗിൽ കണ്ടോ, ബാഗിൽ ഫുള്ള് വയറാന്ന് പറയുന്ന ഒരു ചെടിയാണ്. അത് ആ മതിലിൽ ഇങ്ങനെ റബ്ബറും തോട്ടം ഉൾപ്പെടെ കവർ ചെയ്ത് കിടക്കുകയാണ്. വേറൊരു കാടിനെയും വളരാൻ സമ്മതിക്കാതെ കിടക്കുകയാണ് കേട്ടോ. അതും ഒരു മനോഹരമായ കാഴ്ച. അപ്പം ഗൈസ്, പറഞ്ഞു വന്നത്, നമ്മൾ ഇന്നത്തെ ഈ പിനാക്കിൾ വ്യൂവിലെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിനി മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്കും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ക്യാമറകളും മൊബൈലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിലെ വിഷ്വൽസിന് ഭയങ്കര ഷേക്കിംഗ് ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ എത്ര നോക്കുകയാണെങ്കിൽ അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിൽക്കുകയുള്ളൂ. ഒരു ക്യാമറ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അത് കഴിയുമ്പോൾ നല്ല കിടിലൻ വിഷ്വൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം ബൈ.